അങ്ങനെ അടുത്ത എവിക്ഷൻ നടന്നിരിക്കുകയാണ്. അക്ബറിൻ്റെ എവിക്ഷന് ശേഷം എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ലാലേട്ടൻ അനീഷേട്ടൻ പറഞ്ഞു നല്ല ഒരു മുഹൂർത്തമാണ്, ഇനി ഈ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ. അനുമോള് വീടിനോട് താങ്ക്സ്, എല്ലാവരോടും താങ്ക്സ് മാത്രം, നന്ദി സ്നേഹവും മാത്രം പറഞ്ഞു. അതേപോലെ നെവിൻ ഒരു ഒരു ടെൻഷനൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഒരു ടെൻഷനും ഇല്ല ലാലേട്ടാ, ബിക്കോസ് ടോപ്പ് 5 എത്തുമെന്ന് പോലും നെവിൻ കരുതിയതല്ല. ആ നെവിൻ ടോപ്പ് 5 എത്തി. അപ്പോൾ നെവിൻ പറയണം, ഞാനിവിടെ വന്നത് എന്താണോ ആ ഉദ്ദേശം ഞാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഇത് എനിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റി മറ്റുള്ളവരെ. അപ്പോൾ എനിക്ക് എന്താണോ എൻ്റെ ആ ഒരു ഇത് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാനവാസിക്കയും അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഷാനവാസിക്കയും വന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഷാനവാസിക്കയുടെ ആ സന്തോഷം, പ്രേക്ഷകരോടുള്ള നന്ദി സ്നേഹം എല്ലാം പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, അടുത്ത ഒരാളും കൂടെ എൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ വരണം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക, നമ്മുടെ ഗാർഡനിൽ ഒരു ടേബിൾ ഉണ്ടാവും, അതേപോലെ ബാനർ ഉണ്ടാവും, ഒരേ നൂല് കെട്ടിയിട്ടുണ്ടാവും ബാനറിൽ. ഒരേ സമയത്ത് ബസറടിക്കുന്ന സമയത്ത് ആ നൂലിൽ പിടിച്ച് വലിക്കുക. അപ്പോൾ നിങ്ങളുടെ ബാനർ താഴെ വീഴും. അതിനകത്ത് നിങ്ങൾ എവിക്റ്റ് ആണോ അതോ സേവ്ഡ് ആണോ എന്ന് കാണിക്കും. അതിന് പ്രത്യേകിച്ച് അധികം സമയം എടുത്തില്ല, ബിക്കോസ് എല്ലാവരും ഒരുമിച്ച് വലിച്ചു, എല്ലാവരുടെയും ബാനർ ഒരേപോലെ താഴെ വീണു. അതിനകത്തുനിന്ന് എല്ലാവരും സേവായി, നെവിൻ എവിക്റ്റായി എന്നുള്ള ഒരു ഇത് കണ്ടു. നെവിൻ ഒട്ടും വിഷമോ അല്ലെങ്കിൽ അക്ബർ ഇറങ്ങിപ്പോയപ്പം കാണിച്ച ആ കുശുമ്പോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. നെവിൻ ഇവിടെ വരെ എത്തി, അതന്നെ നെവിന് വലിയ കാര്യമായിരുന്നു. അങ്ങനെ തന്നെയാണ് നെവിൻ പറഞ്ഞത്. നെവിൻ എത്തുമെന്ന് പോലും നെവിൻ പ്രതീക്ഷിച്ചില്ല. അതന്നെ നെവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നെവിൻ കൊടുത്തിട്ടുണ്ട്. നെവിൻ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു എൻ്റർടൈനറായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതല്ലേ. നെവിൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തായാലും നെവിൻ ഒരു നല്ല ഒരു വരവേൽപ്പും അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ നെവിൻ എത്താൻ പറ്റും. അത് 100% ഷുവറാണ്. ആരെടുത്ത് നോക്കിയാലും പെട്ടെന്ന് ഒരു എൻ്റർടൈനറെന്നോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അവസാന നിമിഷം അനുമോളോട് കാണിച്ച ആ ഒരു കാര്യങ്ങളും കുറച്ച് ഇറിറ്റേഷനും അല്ലാണ്ട് ആൾ ജെനുവിൻലി ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പം നെവിൻ അത് ടോപ്പ് 5 നെവിൻ ഡിസേർവ്ഡ് ആയിരുന്നു. അത് നെവിൻ എത്തുകയും ചെയ്തു. പിന്നെ നെവിൻ ഇറങ്ങി പോകുന്നതിലും നെവിൻ അങ്ങനെ പ്രത്യേകിച്ച് വിഷമോ സങ്കടമോ ഒന്നും ഇല്ല. എല്ലാവരോടും ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അനുമോളൊക്കെ ഭയങ്കര ഒരു വിഷമത്തിലും പിന്നെ ടെൻഷനിലുമാണ് നെവിൻ. അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ അക്ബർ പറഞ്ഞിട്ട് പോയതുപോലൊന്നും അല്ല കേട്ടോ, എല്ലാവരോടും അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്കൊരു സങ്കടവും ഇല്ല. ഇതാണ് നെവിൻ. നെവിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല കേട്ടോ, ഡെവിൻ കപ്രൂസോ ഡിക്രൂസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, കാർപ്രേഷ്യസോ അങ്ങനെ എന്തോ ആണ്, ഐ ഡോണ്ട് നോ ആക്ച്വലി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചില്ലായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇനി 3 പേരാണ് ബാക്കിയുള്ളത്, നമ്മുടെ അനുമോള്, അതേപോലെ തന്നെ അനീഷേട്ടൻ, ഷാനവാസിക്ക. എനിക്ക് തോന്നുന്നു ഷാനവാസിക്ക ആയിരിക്കും ഇനി ഔട്ട് ആവാൻ സാധ്യത ഉള്ളത്. അനുമോളും അനീഷേട്ടനും അവിടെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്